ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ എടുക്കുന്നു. സർക്കാരിൻ്റെ അപദാനങ്ങൾ അങ്ങ് വാഴ്ത്തി പാടുന്ന പരസ്യങ്ങളാണ് ഈ വരുന്നതൊക്കെ. ഈ പരസ്യത്തിന് എഫക്റ്റൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ ചില ആളുകളെ ഇപ്പോൾ സിനിമയിലൊക്കെ പുതിയതായിട്ട് വരുന്ന ചില മുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹേ എന്തോന്നിന് കൊള്ളാം, കാണാൻ കൊള്ളത്തില്ല കാശിന് എന്നുള്ളൊരു തോന്നൽ പണ്ടുണ്ടാവും. പക്ഷെ നമ്മൾ അയാളെ കുറച്ച് നാൾ കണ്ടുകൊണ്ടിരുന്നുണ്ടല്ലോ, അയാൾ കുറേ സിനിമയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ സുന്ദരനായിട്ട് നമുക്ക് തോന്നും. ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും മഹാനടനായിട്ടുള്ള മോഹൻലാൽ ആദ്യം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാൾക്ക് എനിക്ക് സൗന്ദര്യം തോന്നിയിട്ടില്ല. കാരണം എനിക്കത് അതിനകത്ത് ഓ ഇയാളാണോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ അഭിനയത്തിൽ നമ്മളെ പിടിച്ചങ്ങ് നടക്കും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ ചെറിയ ചെറിയ റോളുകളൊക്കെ മോഹൻലാൽ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെയ്യാനിടയായി. അത് വില്ലൻ റോളുകളാണ്. വില്ലൻ റോളുകളിൽ നിന്ന് മാറിയിട്ട് ചെറിയ റോളുകൾ അങ്ങോട്ട് ചെയ്യാനിടയായി കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ നമ്മൾ വളരെ സുന്ദരനാകും. പിന്നെ അപ്പോൾ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്നത് വളരെ സൗന്ദര്യം ഉള്ള ഒരാളായിട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ മനസ്സങ്ങനെയാണ്, മനുഷ്യ മനസ്സാണ്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ദ്രൻസിനെ കാണാൻ എന്തുവാ കാഴ്ചയിൽ എന്തുവാ, പക്ഷേ ഇന്ദ്രൻസിനെ നമുക്ക് വളരെ ഇഷ്ടമല്ലേ. ഹരിശ്രീ അശോകനെ അതുപോലെയാണ്, നമുക്ക് അങ്ങ് വളരെ ഇഷ്ടമാണ്. ഇവർക്കൊന്നും സൗന്ദര്യമില്ലെന്ന് നമുക്കൊരു തോന്നൽ വരുത്തുപോലുമില്ല. ഇവർക്ക് സുന്ദരന്മാരാണ്, ഒരു സംശയമില്ല. ആ രീതിയിലൊരു കാഴ്ചപ്പാട് നമുക്ക് വരും എന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാം, ഇതുപോലെയാണ് പരസ്യത്തിൻ്റെ കാര്യം. നമ്മൾ ഇതേപോലെ ഈ മുഖം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് കുറേ കഴിയുമ്പോൾ നമുക്ക് ഓർക്കാതെ നമ്മുടെ മനസ്സങ്ങ് പറയും നല്ലതായി കൊള്ളാമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ അപദാനങ്ങൾ വാഴ്ത്തുന്നത് വിവരക്കേടാണെങ്കിൽ പോലും നമ്മളിത് വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും അത് കൊള്ളാം, വളരെ നല്ലതാണ് എന്ന് തോന്നും. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, പരസ്യം ഒരു മര്യാദയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം. കുറേ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് പത്രം എടുത്ത് വായിക്കാൻ ഒക്കുകയല്ല. ഇപ്പോൾ ടി വി ചാനലുകൾ കാണാൻ, വാർത്താ ചാനലുകൾ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ഓരോ പ്രോഗ്രാം അതിൽ കഴിഞ്ഞാലും അവസാനം നിർത്തുന്നത് പരസ്യത്തിലായിരിക്കും. ആദ്യം നമുക്കത് പരസ്യമെന്ന് പോലും മനസ്സിലാവത്തില്ല. ആ രീതിയിൽ ബുദ്ധിപരമായ രീതിയിലാണ് ഇപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് നേടുന്നതല്ല, ഇതൊന്നും പറഞ്ഞ് നേടുന്നതാണ്. പറഞ്ഞാൽ മതി. അത് ഇപ്പോൾ ഉള്ള PRD, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ PRD, ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കണം, നമുക്കത് മനസ്സിലാവും. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, CPM വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ അത് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. എന്നാൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഈ വ്യാഴാഴ്ചയിലത്തെ ഇന്നലത്തെ ഹിന്ദു പത്രമാണ്. ഇത് ഹിന്ദു പത്രമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ പത്രത്തിലെ അതിൻ്റെ ആ ഡോക്കറ്റ് പേജ്, അതിൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് നോക്കിക്കോളൂ. മുഴുവൻ ഒരു പരസ്യം. ഇത് പരസ്യമാണ് നമുക്ക് മനസ്സിലാവത്തില്ല, വാർത്ത കൊടുത്തേക്കാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഒന്ന്. ഇനി ഇതേ വാർത്ത തന്നെ വേറെ രീതിയിലാണ് അതിൻ്റെ മൂന്നാം പേജിൽ കൊടുത്തേക്കുന്നത്. അതായത് പ്രാമുഖ്യമുള്ള 2 പേജുകളിലാണ് ഹിന്ദുവിൻ്റെ ഈ പത്രത്തിൽ ഈ വാർത്ത വന്നേക്കുന്നത്. ഇതിന് എത്ര കോടി, ലക്ഷമല്ല, ഹിന്ദു കോടികളാണ് ഇതിന് കൊടുക്കേണ്ട, കോടികൾ. ഈ കോടികളൊക്കെ എവിടെ നിന്നാണ്? ഈ കോടികൾ ശ്രീ പിണറായി വിജയൻ്റെ പോക്കറ്റിൽ നിന്നാണോ എടുത്ത് ചിലവാക്കുന്നത്? അല്ലെ നമ്മുടെ മന്ത്രിമാരുടെ കയ്യിൽ നിന്നാണോ? ഒന്നുമല്ലല്ലോ. ഇത് ചിലവാക്കുന്നത് ജനങ്ങളുടെ പണമാണ് ഈ നശിപ്പിക്കുന്നത്. ഇതിനകത്ത് ഓരോ വാർത്തകൾ കേട്ടോ, ഇതിനകത്ത് നോക്കേണ്ട. അത് ആദ്യം നമ്മൾ അറിയത്തില്ല. ആന വണ്ടികൾ കട്ടപ്പുറത്ത്, കൂട്ടലിൻ്റെ വക്കിൽ KSRTC അന്ന് മന്ത്രി പറഞ്ഞേക്കുന്നു എന്നാണ്. ഇത് ഓരോ വാർത്തയാണ് വരുന്നത്. ഇതെല്ലാം ഇതേപോലെ പറയും. 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പിന്നെ ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്, കേരളം ഇനി ഇരുട്ടിൽ. അതേപോലെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനം ട്രഷറി കാലി. ഇപ്പം ട്രഷറി നിറഞ്ഞിരിക്കുക കേട്ടോ, നിറഞ്ഞു കിടക്കുക. പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം, ഓണത്തിന് ക്ഷേമമില്ല. പിന്നെ എങ്ങുമെത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ദേശീയപാതാ വികസനം മതിയാക്കിയ അതോറിറ്റി, ടാറിനും കുടിശ്ശിക, റോഡ് പണി നിലച്ചു. പിന്നെ ശമ്പളം നൽകാൻ LIC കടമെടുക്കാൻ പോകുന്നു സർക്കാർ. ഇടമൺ കൊച്ചി ട്രാൻസ്മിഷൻ ലൈൻ അനിശ്ചിതത്വത്തിൽ. മരുന്നില്ലാതെ ആശുപത്രികൾ, വില കുതിക്കുന്നു, നോക്കൂത്തിയായി സിവിൽ സപ്ലൈസ്. ഇത്രയും വാർത്തകളാണ് ഈ ആദ്യത്തെ പേജ് കൊടുത്തേക്കുന്നത്. ഇത് വളരെ മിസ്ലീഡിങ്ങാണ്. ഇത്
പഴയ വാർത്തയാണെന്ന് അതിനകത്തെങ്ങും ഇല്ല. എന്നിട്ട് എന്തെന്നറിയോ, ഇതിൻ്റെ അടിയിൽ നല്ല ചെറിയൊരു മഞ്ഞ ലൈൻ കണ്ടോ, ഒരു ടാഗ് ലൈൻ. ഈ മഞ്ഞ ലൈൻ എഴുതിയേക്കുന്നത് നമ്മളൊന്ന് വായിക്കണം. അത് നമുക്ക് തോന്നത്തില്ല, ഒരിക്കലും നമ്മൾ വായിക്കുകയല്ല. അത് പത്രത്തിൻ്റെ ഉണ്ട് കുറിപ്പ്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. എന്തെന്നറിയോ, എന്നിട്ട് ഇതേ വാർത്തകൾ ഇന്ന് പുതിയ രീതിയിൽ കൊടുത്തേക്കാണ്. ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്തെ, ഉത്സവവേദിയായി ആനവണ്ടി, 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി, ശമ്പളവും ക്ഷേമവും മുടങ്ങാതെ കേരളത്തിൻ്റെ സൂപ്പർ പവർ ഹൈവേ, ആരോഗ്യമേഖല ഫെബ്രുവരിയിൽ 2789 കോടിയുടെ പദ്ധതികൾ, കേരളത്തിൽ വെളിച്ച വിപ്ലവം, പൊതുവിതരണം സ്മാർട്ടായി, പാലും പലചരക്കുമടക്കം കടയിൽ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, മുടങ്ങാതെ പെൻഷൻ, കൈ നിറയെ ക്ഷേമം, 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക്, വികസനത്തിന് ഇന്ധനമായി ഗെയിൽ, ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സംസ്ഥാനം കേരളം, ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക്, റോഡുകൾ ഹൈടെക്, ചെലവിട്ടത് 35,000 കോടി തുടങ്ങി ഇതേപോലുള്ള, അതായത് നേരത്തെ ശുചിമുറിയുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉടൻ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നേരത്തെ ആ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ കണ്ടതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാരിൻ്റെ വലിയ കഴിവാണ് ഈ വരച്ച് കാണിച്ചേക്കുന്നത്. ഇത് PRD ചെയ്തേക്കുന്നതാണ്. ഇവന്മാർക്ക് ബോധമില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത് ആളുകൾ ചിന്തിക്കേണ്ട ഇതല്ല. ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ പരസ്യമൊന്നും കണ്ടെന്ന് ഇതാരും തേരും പാലും ഒന്നും ഇവിടെ ആർക്കും ഒഴുക്കാൻ പോകുന്നില്ല, അതൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ചെയ്തു വെച്ചേക്കുന്ന അനാവശ്യമുണ്ടല്ലോ, നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന്, നമ്മുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്ന് കോടികൾ എടുത്താണ് ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു പത്രത്തിലല്ല, കേരള അവധിക്കകത്ത് എനിക്ക് കിട്ടുന്ന പത്രങ്ങളല്ല എനിക്കുണ്ട്. പക്ഷെ മാതൃഭൂമി ഞാൻ കണ്ടില്ല, ഇതില്ല. അല്ലാതെ ദിവസങ്ങളിലൊക്കെ ഉള്ളൂ പരസ്യം. ഈ പരസ്യങ്ങൾ ഇതേപോലെ കൊടുത്തേക്കാം. ഇന്നത്തെയും ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യവും, അതുപോലെ ഇന്ന് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ പരസ്യവും എല്ലാം ഒന്ന് കാണേണ്ടതാണ്. അപ്പം അതും ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്തിരൻ സിനിമ ഉണ്ടല്ലോ, ആ എന്തിരൻ്റെ ഒരു പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. ഇത് ഇല്ലെങ്കിൽ ഈ മുഖം നമ്മൾ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വലിയ വിഷമം വരും, നമുക്ക് മനസ്സിൽ സങ്കടം വരും. ഓരോ ദിവസം ഇത് കാണുന്തോറും നമ്മളെ തന്നെ പ്രാവിക്കൊണ്ടാണ് കാണുന്നത്. അത് വേറെ കാര്യം, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ എല്ലാം പണം ഇങ്ങനെ വാരി കളഞ്ഞ് ഈ ചിലവാക്കുകയാണ്. ഇത് PRDക്കുള്ള ജോലി ഇതാണോ? PRDക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം PRDക്ക് നടക്കണോ? PRD വഴി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ചെയ്യുന്നത് സർക്കാർ. ഇതുപോലുള്ള പണികളാണ് ഈ നമ്മൾ കാണുന്നത് മുഴുവൻ. എന്ത് ദുരിതമാണെന്ന് ആലോചിച്ചോളൂ, എന്ത് ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് നമ്മൾ കണ്ട് മടുത്തു പോകത്തില്ലേ? ഇത് മുഴുവൻ എന്ത് കഷ്ടമാണ്. ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ പണത്തെ, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം അവർ രാഷ്ട്രീയം വളർത്താൻ പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ വളർത്താനാണോ നമ്മളെല്ലാം നടക്കുന്നത്? നല്ല പാർട്ടിയാണ്, ഒരു സംശയമില്ല, അത് നല്ലതാകുമ്പോൾ. പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, സഹിക്കാൻ കൊള്ളാത്തതാണ്, ആ രീതിയാണ്. ഇന്നൊരാൾ വിളിച്ച് പറഞ്ഞേക്കുന്നത്, അതായത് MV ഗോവിന്ദൻ്റെ ഇന്നത്തെ പ്രസ്ഥാനം കണ്ടു, ചിരിച്ചുപോയി. PK ശ്യാമള എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണോ എതിർപ്പെന്ന്? അയ്യോ അല്ല സഖാബേ, ഭാര്യ ആയതുകൊണ്ടല്ല. ആന്തൂരിലെ കാര്യം ഒന്ന് ആലോചിച്ച് പോയി. അവിടുത്തെ ലോക്കൽ ബോഡിയിൽ നടന്ന ഒന്ന് ആലോചിച്ച് പോയി. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായത് കേരളം മുഴുവൻ കണ്ടതാണ്, അതുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ.